dear students, welcome back to Ejuvala 2.0. Plus 2 accountancy 12 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന രണ്ട് ക്വസ്റ്റ്യൻസ്, രണ്ടും എസ്എ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് രണ്ടും നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് കുട്ടികൾക്ക് വന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളാണ് മിസ് ചെയ്യുന്നത്. രണ്ട് ചോദ്യങ്ങളും എങ്ങനെയാണ് ചെയ്യാമെന്ന് പഠിക്കാം. ഈ ഒരൊറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീവാലുവേഷൻ, റിയലൈസേഷൻ അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളെല്ലാം തീർന്നതാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. കമ്പ്യൂട്ടറൈസ്ഡുകാരുടെ AFSകാരുടെ പ്രോബ്ലംസും വലിയ പ്രോബ്ലംസ് ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇനി ഇതിന് മുന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, വേഗം പോയിട്ട് കാണാം. നിങ്ങൾ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട്, അതായത് രണ്ട് ക്വസ്റ്റ്യൻസ് 6 മാർക്ക് വെച്ച് 12 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വരിക. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടണം. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല പോലെ പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് മിസ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമുക്ക് എസ്എ ക്വസ്റ്റ്യൻസ് ഒക്കെ മേ ബി 6 മാർക്കിന് എക്സ്പെക്ട് ചെയ്താൽ മതി. അപ്പൊ 6 മാർക്കിനും ഇനിയിപ്പോൾ 8 മാർക്കിന് വരികയാണെങ്കിലും നിങ്ങൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് തന്നെ നല്ലപോലെ പഠിക്കാം. റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ഒരു പ്രോബ്ലം, റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഒരു പ്രോബ്ലം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ, മിസ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടാണ് ചെയ്യാൻ. നമുക്കത് കമ്പ്യൂട്ടറൈസ്ഡുകാർക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഫസ്റ്റ് നോക്കാം. റിയലൈസേഷന്റെ പ്രോബ്ലം നോക്കാം. ഇവർക്ക് ഒരു റിയലൈസേഷനും ഒരു ലോൺ അക്കൗണ്ടും അതുപോലെ തന്നെ ഒരു റീവാലുവേഷൻ അക്കൗണ്ടും ആണ് ചോദിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് റീവാലുവേഷൻ ഫസ്റ്റ് നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിച്ച് വായിക്കണം. നിങ്ങൾ എല്ലാവരും ചെയ്യുന്നതാണ്. ക്വസ്റ്റ്യൻ നല്ല പോലെ ശ്രദ്ധിക്കുക കേട്ടോ. അർപ്പിത, ബിനിത ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ 3:2. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ പട്ടിട്ടിട്ട് വയ്ക്കാം. അതായത് നമുക്ക് ഏതൊക്കെയാണ് ആവശ്യമുള്ളത്, അവരുടെ റേഷ്യോ 3:2 ആണ്. നമുക്കത് ആവശ്യമുണ്ട് കേട്ടോ. ദെൻ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്, എല്ലാ ഐറ്റംസും തന്നിട്ടുണ്ട്. ദേ അഡ്മിറ്റ് സുനിത ഇൻ ടു ദ ഫേം ഫോർ 1/4 ഷെയറിനാണ്. അവരെ ഫർണിച്ചർ സ്റ്റോക്ക് ഡിപ്രീഷിയേറ്റഡ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ അർത്ഥം? വാല്യൂ കുറഞ്ഞു. അതായത് നിങ്ങൾക്ക് മലയാളം നോക്കിയാലും മതി കേട്ടോ. ഇവിടെ ഇടിവ് സംഭവിച്ചു, വർധനവുണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല എങ്കിൽ, നിങ്ങളുടേതായ വേർഡ്സിൽ മനസ്സിലായില്ല എങ്കിൽ ഡിപ്രീസിയേഷൻ കുറഞ്ഞു. അപ്രീസിയേഷൻ എന്ന് വെച്ചാൽ എമൗണ്ടിന്റെ വില കൂടി എന്നാണ് അർത്ഥം. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈബിലിറ്റി ആണ്. പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ലൈബിലിറ്റി ആണ്. ദെൻ സുനിത ബ്രിങ് 50,000 ആസ് ക്യാപിറ്റൽ, 30,000 ആസ് ഗുഡ് വിൽ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതിൽ എക്സ്ട്രാ വരിക, നമുക്കിവിടെ റിസർവ് തന്നിട്ടുണ്ട് എങ്കിൽ, റിസർവ് പിയാനിലൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് ഓൾഡ് പാർട്ട്നേഴ്സിന്റെ അവരുടെ ഓൾഡ് റേഷ്യോയിൽ വിധിച്ചു കൊടുക്കാം. വേറെ എക്സ്ട്രാ ഒന്നും നമുക്ക് വരാനായിട്ട് ചാൻസ് ഇല്ല. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാം. റിവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബാലൻസ് ഷീറ്റ് പറഞ്ഞിട്ടില്ല. ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ ചെയ്യണം. അതിന്റെ വീഡിയോ മിസ് ഓൾറെഡി മുന്നിട്ടിട്ടുണ്ട്. കാണുന്നവർ വേണമെന്നുള്ളവരെ അത് നോക്കാം കേട്ടോ, ബാലൻസ് ഷീറ്റ്. ഇനി അപ്പൊ മിസ് ഇവിടെ 2 അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ്? റീവാലുവേഷൻ വെച്ചിട്ടുള്ള അഡ്മിഷൻ ആണ്. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട് അതുപോലെ തന്നെ നമ്മുടെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഇവിടെ ചെയ്യുമ്പോൾ നിങ്ങൾ വർക്കിംഗ് നോട്ട് ഷുവർ ആയിട്ട് കൊടുത്തിരിക്കുക. വർക്കിംഗ് നോട്ടിൽ ഒരു കാര്യം നമ്മൾ ഷുവർ ആയിട്ട് എഴുതണം. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുഡ് വിൽ ഈസ്, അതായത് പുതിയ പാർട്ട്ണർ കൊണ്ടുവന്ന ആ ഗുഡ് വിൽ ഈസ് ഷെയർഡ് ബൈ ഓൾഡ് പാർട്ട്നേഴ്സ്. അല്ലെ, ഓൾഡ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യുന്നു. ഓൾഡ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യുന്നു അറ്റ് സാക്രിഫൈസിങ് റേഷ്യോ. അല്ലെ, സാക്രിഫൈസ് റേഷ്യോയിലാണ് ഗുഡ് വില് അവർ ഷെയർ ചെയ്യുന്നത്. അപ്പൊ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ന്യൂ ഓൾഡ് റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ്. ഇനി അത് കണ്ടുപിടിക്കാനിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി? ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യണേക്കാൾ മുന്നേ വി അസ്യൂം, അല്ലെങ്കിൽ നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ വിൽ ബി ഈക്വൽ ടു ഓൾഡ് റേഷ്യോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വർക്കിംഗ് നോട്ടിൽ കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഓൾഡ് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 3:2 ആണ്. അത് തന്നെയാണ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയാം, 3:2. എന്നിട്ട് വേണം നമ്മൾ എന്ത് വരയ്ക്കാനായിട്ട്? ഒരു റീവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കാം. ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്, റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് ഹെഡിങ് കൊടുക്കുക. പർട്ടിക്കുലേഴ്സും റുപ്പീസും കേട്ടോ. അതായത് പർട്ടിക്കുലേഴ്സ് റുപ്പീസാണ് വരിക. ഇവിടെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് അഡ്മിഷൻ ആണ്. അഡ്മിഷന്റെ സമയത്ത് 3 പാർട്ട്നേഴ്സ് ഉണ്ട്. സോ 3 പാർട്ട്നേഴ്സിന് നമ്മൾ എമൗണ്ട് കോളം കൊടുക്കണം. 3 പാർട്ട്നേഴ്സ്. ഇവിടുത്തെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് അർപ്പിത, ബിനിത ആൻഡ് സുനിത. സോ നമ്മൾ അർപ്പിത, ബിനിത ആൻഡ് സുനിത ഡെബിറ്റ് ക്രെഡിറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? പാർട്ട്നേഴ്സിന്റെ ബാലൻസിങ് ഫിഗർ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്
ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എടുത്ത് ഓൾഡ് പാർട്ട്നേഴ്സ് ആർപിയും BMന്റെ ആണ്. അപ്പോൾ നമ്മളിത് ഈ സൈഡിൽ വന്നിട്ട് ബൈ ബാലൻസ് ഡ്രോ ഡൗൺ 70,000 പുതിയ പാർട്ട്ണർക്ക് ഉണ്ടാവില്ല, ഡാഷ് ഇട്ട് കൊടുക്കാം. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് വായിക്കുക. റിസർവുകളൊന്നുമില്ല, റിസർവ് ഉണ്ടെങ്കിൽ വിരിച്ചു കൊടുത്തോളൂ കേട്ടോ. അഡ്ജസ്റ്റ്മെന്റ് വായിക്കുമ്പോൾ ഫർണിച്ചറും സ്റ്റോക്കും ഡിപ്രീഷിയേറ്റഡ്, വില കുറഞ്ഞു 10%. വില കുറഞ്ഞു. ആരൊക്കെ? ഫർണിച്ചർ. അപ്പോൾ വില കുറഞ്ഞ അസറ്റിന്റെ വാല്യൂ കുറഞ്ഞാൽ ഡെബിറ്റ് സൈഡ്, വാല്യൂ കൂടിയ ക്രെഡിറ്റ് സൈഡ്. ഇപ്പോൾ വാല്യൂ കുറഞ്ഞില്ലേ, അപ്പോൾ 2 ഫർണിച്ചറിന്റെ 10% കുറഞ്ഞിട്ടുണ്ട്. ഫർണിച്ചറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 15,000 ആണ്. 15,000 ഇൻറ്റു 10% നമുക്ക് ചെയ്യുമ്പോൾ 1,500 വന്നു. അതുപോലെ അടുത്തത് സ്റ്റോക്കും 10% നമ്മുടെ വാല്യൂ കുറഞ്ഞിട്ടുണ്ട്. സ്റ്റോക്കിന്റെ വില എന്ന് പറയുന്നത് 30,000 ആണ്. അപ്പോൾ 30,000 ഇൻറ്റു 10% നമ്മൾ പറയുമ്പോൾ 3,000. നെക്സ്റ്റ് നമ്മളോട് ബിൽഡിംഗ് വില കൂടി എവിടെ ഇതാ ബൈ ബിൽഡിംഗ് 20,000 ആണ്. അപ്പോൾ നമ്മൾ 20,000 എഴുതാ. പ്രൊവിഷൻ നമുക്ക് ലൈബിലിറ്റി ആണ്. ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് സൈഡ് ആണ് കേട്ടോ. മിസ് ഇന്നലെ ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ടായി, അതിൽ നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് അതിൻ്റെ ഫോർമാറ്റുകളും അതിലാവശ്യമുള്ള എല്ലാ ഫോർമാറ്റും നമ്മൾ പഠിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അത് പഠിക്കാത്ത കുട്ടികൾക്ക് ഇത് കിട്ടില്ല കേട്ടോ. ഓക്കെ, 5% ആണ് 1,000. ഇനി സുനിത വരുമ്പോൾ 50,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നു. അതേ സൈഡിൽ പോവാ. നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 50,000 എഴുതി. മാത്രമല്ല 30,000 ഗുഡ് വില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഓൾഡ് പാർട്ട്നേഴ്സിനെ വീതിച്ചു കൊടുക്കുക. ഏത് റേഷ്യോയിലെ? 3:2. 3/5 30,000 ഇൻറ്റു 2/5 ചെയ്യുക. അപ്പോൾ നമുക്ക് എമൗണ്ട് വരുന്നത് 18,000 ഒരാൾക്ക് വരും, ഒരാൾക്ക് 12,000 വരും. ഓക്കെ, ഇനി നമ്മൾ ഇപ്പം എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും എഴുതിയില്ലെന്ന് ചെക്ക് ചെയ്യാം. ഇത് കേട്ടോ. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും എഴുതി കഴിഞ്ഞാൽ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. റീവാലുവേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എമൗണ്ട് കൂടുതൽ 20,000 വന്നു. 20,000 നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? -500,000 14,400 വന്നു. ഇത് ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കാം കേട്ടോ. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഓൾഡ് പാർട്ട്നേഴ്സ് AK BK. അപ്പോൾ 14,500 ഇൻറ്റു 3/5, 14,500 ഇൻറ്റു 2/5. 2 പേർക്കും കിട്ടുന്ന എമൗണ്ട് നമുക്കിവിടെ എഴുതി വെക്കണം. 8,700. അടുത്ത ആൾക്ക് കിട്ടുന്നത് 5,800 ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുക? ഇതെവിടെ ഡെബിറ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ വേഗം പോയി എന്തെന്ന് പറഞ്ഞിട്ട് എഴുതണം? റീവാലുവേഷൻ അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 8,700, 5,800. ഇനി ഇത് ബാലൻസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 6 മാർക്ക് ഷുവറാണ്. ഇനി ബാലൻസ് ഷീറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ബാലൻസ് ഷീറ്റ് ചെയ്യണം. ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ബാലൻസ് ഷീറ്റ് വെച്ചിട്ട് ചെയ്യാം. ക്യാഷിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട 2 ഐറ്റംസ് എന്താ? പുതുതായിട്ട് ആൾ കൊണ്ടുവന്ന ക്യാപിറ്റലും അയാൾ കൊണ്ടുവന്ന ഗുഡ് വില്ലും. പിന്നെ ഇതൊക്കെ അതേപോലെ ബാങ്കിന് മാറ്റില്ല. ഡെപ്റ്റേഴ്സിൽ നിന്ന് പ്രൊവിഷൻ മൈനസ് ചെയ്യുക. ബിൽഡിങ്ങിൻ്റെ കൂടെ 20,000 കൂട്ടുക, ഫർണിച്ചറിൻ്റെ കൂടെ കുറയ്ക്കുക, മെഷീനറിയും കുറയ്ക്കുക, സ്റ്റോക്ക് കുറയ്ക്കുക, മെഷീനറി കൂട്ടുക, അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തി എഴുതുക. ക്യാപിറ്റൽ എഴുതുമ്പോൾ പുതിയ പാർട്ട്ണറുടെ ക്യാപിറ്റലും കൂടെ എഴുതാം. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മൾ ഈ ഒരു മാർക്ക് ഒരാളും കളയാതെ നമുക്കിത് ബാലൻസ് ചെയ്യുമ്പോൾ 96,700 ആണ് രണ്ടാമത്തെ ആൾക്കിട്ട്. നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കണതേ പോലെ ആഡ് ചെയ്ത് വെച്ചാൽ മതി. 17,000, 18,000, 8,500, 96,700 ഫസ്റ്റത്തെ ആൾക്കാർ വരുന്നത് കേട്ടോ. 96,700. രണ്ടാമത്തെ ആൾക്ക് വരുന്നത് 70,000 പ്ലസ് 12,000 പ്ലസ് 5,800. നമുക്ക് നോക്കുമ്പോൾ 87,800 കേട്ടോ. 87,800. 96,700. ഓക്കെ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയോളൂ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് അറിയിച്ചോളൂ കേട്ടോ.
പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഇതൊക്കെയാണ് കൊടുക്കേണ്ടത്. ബാലൻസിങ് ഫിഗർ, പുതുതായി കൊണ്ടുവന്ന ക്യാഷ്, ഗുഡ് വില്, ഇനി റിസർവുകൾ ഉണ്ടെങ്കിൽ റിസർവുകളും കൊടുക്കണം, റിവാലുവേഷൻ ബാലൻസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? റിയലൈസേഷൻ അക്കൗണ്ട് നമുക്ക് ചെയ്യാം കേട്ടോ. റിയലൈസേഷൻ അക്കൗണ്ട് ചെയ്യാനായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ എടുക്കാം. രാഹുൽ രവി പാർട്ട്നേഴ്സ് ആണ്, അവര് 3:2. അപ്പൊ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് എഴുതി 3:2. പിന്നെ നമുക്ക് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. റിയലൈസേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് റിയലൈസ് ചെയ്തു, എമൗണ്ട് തന്നിട്ടുണ്ട്, ഫർണിച്ചർക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു റിയലൈസേഷൻ അക്കൗണ്ട് ഡയറക്റ്റ് വരയ്ക്കുക, വേറെ ഒന്നും ചെയ്യേണ്ട. മിസ് ചെയ്യണ ഓർഡറിൽ തന്നെ ചെയ്യാം കേട്ടോ. റിയലൈസേഷൻ അക്കൗണ്ട് വരയ്ക്കാം, ഒരൊറ്റ എമൗണ്ട് കോലം, നമ്മൾ റിവാലുവേഷൻ വരച്ച പോലെ തന്നെ ഒരൊറ്റ എമൗണ്ട് കോലം. അത് കഴിഞ്ഞിട്ട് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുക. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ രാഹുൽ രവി 2 പാർട്ട്നേഴ്സ്. അപ്പൊ രാഹുല് രവി 3 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 3 പാർട്ട്നേഴ്സ്. ഇതില് ബാലൻസ് ഷീറ്റിലുള്ള ബാലൻസിങ് ഫിഗർ അപ്പൊ തന്നെ എഴുതിക്കോ പാർട്ട്നേഴ്സിന് കേട്ടോ. ബൈ ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞിട്ട് 60,000. നമ്മളെ ഈ പോസ്റ്റിംഗ് ഒക്കെ കറക്റ്റായി ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് മാർക്ക് കിട്ടിയില്ല. ഇപ്പൊ നിങ്ങൾക്ക് ആൻസർ തെറ്റാണെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്ത ചിലതിൻ്റെ ഒക്കെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക? അസറ്റുകളൊക്കെ ഡെബിറ്റ് സൈഡിൽ കൊടുക്കുക. എല്ലാ അസറ്റുകളും ഡെബിറ്റ് സൈഡിൽ കൊടുക്കുക. ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ, ഡെറ്റേഴ്സ്, സ്റ്റോക്ക്. ഇതിൽ ക്യാഷ് ഉണ്ടെങ്കിൽ കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ വല്ല റിസർവുകൾ, പ്രോഫിറ്റ് ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാൻ പാടുള്ളത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് കൊടുക്കുക. ഡെബിറ്റ് സൈഡിൽ പോയിട്ട് എല്ലാ അസറ്റും നമ്മൾ എഴുതണം. 2 ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എത്രയാണ്? 50,000. 2 ഫർണിച്ചർ 10,000. 2 ഡെപ്റ്റേഴ്സ് 20,000. സ്റ്റോക്ക് 30,000. പിന്നെ എന്ത് ചെയ്യുക? നമ്മൾ ഈ സൈഡിലുള്ള ക്രെഡിറ്റേഴ്സ്, ലൈബിലിറ്റീനെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ കൊടുക്കുക. ഇവിടെ ഒരു ലൈബിലിറ്റി ഉള്ളൂ, അത് ഏതാണ്? ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സ് 10,000 എഴുതാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയോ? പാർട്ട്നേഴ്സിന് കൊടുത്ത് ഇപ്പൊ ബാലൻസ് ഷീറ്റിലുള്ള എല്ലാം നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഇതിന്റെ ഡിസോൾവിംഗ് ഡേറ്റുകൾ ഓരോന്നും നോക്കുക. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് റിയലൈസ് ചെയ്തു, ഫർണിച്ചർ വിറ്റു, ഡെപ്റ്റേഴ്സ് വിറ്റു, സ്റ്റോക്ക് ഒരാൾ കൊണ്ടുപോയി. അപ്പൊ അസറ്റ് വിറ്റതൊക്കെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ അസറ്റ് വിറ്റ് കഴിഞ്ഞാൽ ക്യാഷ് കിട്ടും. ഏതൊക്കെ വിറ്റിട്ടുള്ള കാശ് എഴുതണം? നമ്മളെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വിറ്റപ്പോൾ 80,000 രൂപ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫർണിച്ചർ വിറ്റപ്പോൾ 20,000 രൂപ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഡെപ്റ്റേഴ്സ് 10% ലെസ്. അപ്പൊ ഡെപ്റ്റേഴ്സ് 20,000 രൂപയാണ്. 20,000ന്റെ 10% എന്ന് പറയുമ്പോൾ 2,000 രൂപ. ലെസ് എന്ന് പറഞ്ഞാൽ കുറവ്. അപ്പൊ 20,000ന്റെ 2,000 കുറഞ്ഞാൽ എത്ര? 18,000. അപ്പൊ നമ്മൾ 18,000 കണ്ടോ? ഇത് നിങ്ങൾ ആദ്യം ഓൾറെഡി കണ്ടു വെച്ച് വെക്കണം. പെർസെൻറ്റേജ് ലെസ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? എമൗണ്ട് കുറവ് എന്നാണ് വരിക. അപ്പൊ നമ്മൾ 80,000. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഡിവിജ്വലി എഴുതാട്ടോ. ലാൻഡ് ബിൽഡിങ്ങിന്റെ പൈസ സെപ്പറേറ്റ് ചെയ്താം, ഓരോന്നിന്റെയും ക്യാഷ് സെപ്പറേറ്റ് ചെയ്താം. അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഒക്കെ കൂട്ടിയിട്ട് ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതിയാലും മതി. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ എഴുതി കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതവിടെ എഴുതി കഴിഞ്ഞ ശേഷം നമ്മൾ ഇനി എന്ത് ചെയ്യണം? അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിത് 3 കഴിഞ്ഞിട്ടോ. 1, 2, 3 കഴിഞ്ഞു. സ്റ്റോക്ക് ടേക്ക് ഓവർ ബൈ രാഹുൽ. രാഹുലാണ് സ്റ്റോക്ക് കൊണ്ടുപോയത്. അപ്പോൾ രാഹുലിന് പകരം നമുക്ക് ക്യാഷ് കിട്ടേണ്ടതാണ്. പക്ഷെ ക്യാഷ് കിട്ടിയോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ക്യാഷ് കിട്ടിയെങ്കിൽ മാത്രം ക്യാഷ് എന്ന് എഴുതാം, ഇല്ല എങ്കിൽ രാഹുൽസ് ക്യാപിറ്റൽ എന്ന് എഴുതാം. ബ്രാക്കറ്റിൽ സ്റ്റോക്ക് എന്ന് എഴുതിക്കോളോട്ടെ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. ക്വസ്റ്റ്യൻ ആൻസർ നോക്കുന്നവർക്ക് മനസ്സിലാവും, പക്ഷെ നമ്മൾ അവസാനത്തിൽ എഴുതിയോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കും. പിന്നെ ഒരു ലൈബിലിറ്റി നമുക്കിവിടെ കിടക്കുന്നുണ്ടായിരുന്നു, ക്രെഡിറ്റേഴ്സ്. അത് പേ ചെയ്യുന്ന അവർ പറഞ്ഞിട്ടൊന്നുമില്ല. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മളെല്ലാം ഡിസൊല്യൂഷനാണ് നടത്തുന്നത് അല്ലേ? അപ്പം നമ്മളതവിടെ പേ ചെയ്തതായിട്ട് കാണിക്കണം. ഇനി ഈ രാഹുൽസ് ക്യാപിറ്റൽ അപ്പം തന്നെ വിട്ടുപോയതാ. അപ്പം തന്നെ രാഹുലിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ പോയിട്ട് 2 റിയലൈസേഷൻ എഴുതിക്കോളൂ. കാരണം അത് രാഹുലിനെ കൊണ്ടുപോയതാണല്ലോ. അപ്പൊ രാഹുൽ എത്ര രൂപയ്ക്ക് അത് കൊണ്ടുപോയത്? 10,000 രൂപയ്ക്കാണ് കൊണ്ടുപോയത്. ഓക്കെ, എന്നിട്ട് ബ്രാക്കറ്റിൽ സ്റ്റോക്ക് എന്ന് എഴുതുക. സ്റ്റോക്ക് രാഹുൽ എടുത്തു എന്നുള്ളതിന്റെ തെളിവ്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതണതൊക്കെ അപ്പുറത്ത് ക്യാപിറ്റൽ എഴുതണം. ഇവിടെ എഴുതുന്ന ക്യാഷൊക്കെ ക്യാഷ് അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞാൽ അതിൽ ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമ്മൾ ഇനി ചെയ്യേണ്ടത് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് എമൗണ്ട് കൂടുതൽ കിട്ടുന്നത് ഏത് സൈഡിലാണ് നോക്കാം. അപ്പോൾ എവിടെയാണ് എപ്പോഴും വരാറ് കേട്ടോ. 1,38,000 1,38,000 വന്നു. ഇനി നമ്മൾ ഇതിന് ഓരോന്ന് മൈനസ് ചെയ്യാം.
50,000, 10,000, 20,000, 30,000 and 10,000. 18,000 ബാലൻസിങ് ഫിഗർ വരും. ഇത് നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വീതിച്ചു കൊടുക്കുക. ബാലൻസിങ് ഫിഗർ എന്ന് പറഞ്ഞിട്ട് വീതിച്ചു കൊടുക്കുക. ഒന്നാമത്തെ ആൾ രാഹുലാണ്, രണ്ടാമത്തെ ആൾ രവിയാണ്. അപ്പോൾ 18,000 ഇൻറ്റു 3/5, 18,000 ഇൻറ്റു 2/5, 10,800 വരും. 7,200 വരും. അപ്പം തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിട്ട് ഇവിടെ റിയലൈസേഷൻ, നമ്മൾ റിയലൈസേഷൻ അല്ലേ കൊണ്ടുവരുന്നത്, അതുകൊണ്ട് റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 7,200 ഒരാൾക്കും 10,800 അടുത്ത ആൾക്കും. ഇതെന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കഴിഞ്ഞു. അപ്പോൾ 6 മാർക്കിന് നമുക്ക് മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ അത്. നിങ്ങൾക്കിത് ഫൈനൽ എക്സാമിന് ഇതേ മോഡൽ തന്നെയാണ് ചോദിക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതേപോലെ ചെയ്ത് വെച്ച് കൊടുക്കാം. ഓക്കെ, വേറെ വലിയ വലിയ ഇഷ്യൂസ് ഒന്നും ഇതിൽ വരില്ല. അസറ്റ് എടുത്തു അല്ലെങ്കിൽ വേറൊരു പാർട്ട്ണർ അത് കൊണ്ടുപോയി എന്നൊക്കെ തന്നെയാണ് നമുക്കും വരാറുള്ളൂ. ഓക്കെ, നമ്മൾ ബാലൻസ് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ ആൾക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. 47,280 ഇപ്പോൾ 61,800. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് വാങ്ങിയിരിക്കണം. ഇതിൽ നമുക്ക് എക്സ്ട്രാ വരിക എന്താണ്, നമുക്കിത് മാക്സിമം എക്സ്ട്രാ വരാൻ ചാൻസ് ഉള്ളത് 70,800 കേട്ടോ. 70,800 മൈനസ് 10,000. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ക്യാഷ് അക്കൗണ്ടാണ്. ക്യാഷ് അക്കൗണ്ട് വരയ്ക്കുക, ബാലൻസിങ് ഫിഗർ, ഇതിലുള്ള ബാലൻസിങ് ഫിഗർ ഇവിടെ നമ്മൾ കൊടുക്കുക. ഇവിടെ നമ്മൾ ബാലൻസ് ബ്രോഡാന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഇതിൽ ക്യാഷ് അക്കൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ എമൗണ്ട് കൊടുക്കുക. അവിടെ ക്യാഷിന് എഴുതൊക്കെ ഇവിടെ ഓപ്പോസിറ്റ് വന്ന് ചെയ്യുക ബാലൻസിങ് ഫിഗർ. ഇനി ഈ ബാലൻസിങ് ഫിഗർ നമ്മളിവിടെ ബാലൻസ് ക്യാരിഡ് ഓൺ എഴുതിയത് ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിക്കോളൂ കേട്ടോ. ഇത് നമ്മൾ ഈ ബാലൻസിങ് ഫിഗർ ക്യാഷ് അക്കൗണ്ടിലേക്കാണ് മാറ്റാം. അപ്പോൾ 6 മാർക്കിൻ്റെ റിയലൈസേഷനും റീവാലുവേഷനും നിങ്ങൾക്ക് സെറ്റ് ആയിരിക്കണം. ഇനി എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് നിങ്ങൾക്ക് വന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നു, ഇനിയിപ്പോൾ അതെല്ലാം സംശയം തോന്നി, ഡൗട്ട് അടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം പറ്റുന്നത് ചെയ്തിടാം. അപ്പോൾ 6 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ കംപ്ലീറ്റ് മാർക്കൊന്നും പോവില്ല, ചെറിയ ചെറിയ മാർക്കുകൾ അങ്ങോട്ട് പോകുള്ളൂ. കണ്ട, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്ലിയർ ചെയ്തിട്ട് ചെയ്യുക റീവാലുവേഷൻ. വേഗം പഠിക്കാട്ടോ, എത്രയും വേഗം പഠിക്കുക. കാരണം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ 2 ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഇവർക്ക് ചോദിച്ചിട്ടുള്ളത് ലോൺ അക്കൗണ്ട് ആണ്. ഇതൊക്കെ നമ്മളൊരു 35 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. പിന്നെ കുട്ടികൾ കുറേ പേര് AFS ക്ലാസ്സും CA ക്ലാസ്സും ചോദിക്കുന്നുണ്ട്, നമ്മൾ വീഡിയോ വൈകാതെ ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ എവ്രിവൺ, എല്ലാവരും വേഗം പഠിക്കാം കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.